ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ഛൻ. ഇന്ന് ചാവറയച്ഛൻ്റെ തിരുനാൾ. ഈ ചാവറയച്ഛൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ CMI സന്യാസ സമൂഹത്തോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അത് ഞാൻ ഈ പ്രസംഗത്തിൻ്റെ സമാപനത്തിൽ പറയാം. കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, ഒറ്റ ശ്വാസത്തിൽ ഉത്തരം പറയാം. അത് ചാവറയച്ഛനാണ്. സാക്ഷരതയുടെ പിതാവ് ആരാണ്? ചാവറയച്ഛനാണ്. ആരാണ് കേരളം കണ്ട ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്? അത് ചാവറയച്ഛനാണ്. സാഹിത്യ സാംസ്കാരിക നായകനാണ്. ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രോക്താവ് ചാവറയച്ഛനാണ്. പിടിയരി സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ചാവറയച്ഛനാണ്. പിന്നെ സഭയിൽ വിഭാഗീയത എന്ന ശീഷ്മ ഉടലെടുത്തപ്പോൾ അതിന് കെട്ടിച്ചവനും ചാവറയച്ഛനാണ്. അപ്പോൾ ഒരു പിടി വലിയ കാര്യങ്ങൾ ചെയ്ത മഹാനായൊരു മനുഷ്യനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. സീറോ മലബാർ സഭയിലെ ഒരു അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് സീറോ മലബാർ സഭയിലെ വലിയ ശീഷ്മ ആയിക്കൊണ്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതും ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചാവറയച്ഛനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രമാത്രം വഷളാകുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. അതിൽ കുറച്ച് സത്യമുണ്ട്. ഈ വെറും ഒരു സീറോ മലബാർ വിശ്വാസി മാത്രമായിരുന്നില്ല ചാവറയച്ഛൻ. നല്ല തത്വചിന്തകനും സാമൂഹിക സാംസ്കാരിക സാഹിത്യ പരിഷ്കർത്താവുമായിരുന്നു. അതിനാൽ പല തരത്തിൽ പല മുഖങ്ങളിലൂടെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കേരളത്തിൽ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഏറ്റവും പ്രമുഖരിൽ ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇതെല്ലാം ത്വരിതപ്പെടുത്താനായിട്ട് CMI എന്ന് പറയുന്ന കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞ സന്യാസ സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു. ക്രിസ്തീയ പുരോഹിതൻ എന്ന ആ അന്തസ് നിലനിർത്തിക്കൊണ്ട് തന്നെ സാമുദായിക പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നെല്ലാം അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന കേരളത്തിന് ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം അല്ല സാമൂഹിക പരിഷ്കർത്താവ്, അങ്ങേരമല്ല നവോത്ഥാന നായകൻ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് ശേഷം വന്ന കുറേ പേരെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിനെതിരെ പ്രതിരോധം തീർക്കാൻ CMI സന്യാസ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ അഭിനന്ദിക്കുകയാണ്. എല്ലാ ഇടവകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ആരംഭിച്ച 1864 ഞാൻ കൊല്ലം ഒന്ന് ആവർത്തിക്കുകയാണ്, 1864 തുടങ്ങിയതാണ് ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം. അതായത് എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പോലെ അദ്ദേഹം പുറപ്പെടുവിച്ചു. അതാണ് ഇന്ന് പള്ളിക്കൂടം എന്ന വാക്കിൻ്റെ ഉത്ഭവം തന്നെ. പള്ളിക്ക് അടുത്ത് ഒരു പള്ളിക്കൂടം, പള്ളിക്കടുത്തൊരു സ്കൂള്. അത് ഈ പള്ളി എന്നുള്ളത് കത്തോലിക്ക പള്ളിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച പരിപാടി എന്ന് പറയുന്നത് ഈ പള്ളിക്കൂടങ്ങളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇസ്ലാമോ ഒന്നുമല്ല. ഇപ്പോൾ ഈ പള്ളി എന്നുള്ള വാക്ക് മുസ്ലിം പള്ളികൾക്ക് വേണ്ടി അല്ലേ അവർക്ക് ഉപയോഗിക്കാനും പള്ളിക്കൂടം എന്ന് പറഞ്ഞ് അവർ തുടങ്ങിയതെന്ന് പറയാനുള്ള അവകാശവാദങ്ങളും മറ്റും വരുന്നുണ്ട്. ഇത്തരം ഈ പ്രവണതകളെ മുളയിലെ നുള്ളാനുള്ള സംഗതികൾ നമ്മൾ ചെയ്യണം. വളരെ കരുതലോടെ വേണം നമ്മുടെ സമൂഹം, പ്രത്യേകിച്ചും സുറിയാനി കത്തോലിക്ക സമുദായം ജീവിക്കേണ്ടത്. കാരണം ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒരുപാട് ആക്രമണങ്ങൾ നമ്മൾ നേരിടുന്നു. സാഹിത്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ഗണ്യമാണ്. കോട്ടയത്ത് ഒരു മുദ്രണാലയം അച്ചടി പ്രസ് സ്ഥാപിച്ചു. അവിടെ നിന്നാണ് നസ്രാണി ദീപിക എന്ന പേരിൽ പത്രം അച്ചടിച്ച് തുടങ്ങിയത്. മാനാൻ സെൻറ് ജോസഫ് പ്രസ് എന്ന ഈ മുദ്രണശാല, നസ്രാണി ദീപിക. ആ നസ്രാണി ദീപികയിൽ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ മലയാള മനോരമ വേർപെട്ടു പോയത്. ഒരു കാലത്ത് 4 ലക്ഷം സർക്കുലേഷൻ നസ്രാണി ദീപിക്ക് ഉള്ളപ്പോൾ 4.5 ലക്ഷമായിരുന്നു മലയാള മനോരമയ്ക്ക് ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ അന്തരം അറിയില്ല. അപ്പോൾ ഈ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും എത്ര വലിയ ഗംഭീരമായ സംഭാവനയാണ് നൽകിയിരിക്കുന്നത്.
ഈ നസ്രാണി ദീപികയുടെ ഒരു മകളാണ് മലയാള മനോരമ. അവർ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ചിലപ്പോൾ സഭയ്ക്കെതിരെയുള്ള സംഭാവനകളും ഉണ്ടെന്ന് ഓർക്കുക. സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ഇപ്പോൾ നമുക്കിപ്പോഴാണ് പരിചയം. പക്ഷെ അദ്ദേഹം 1864 എത്ര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഉച്ചക്കഞ്ഞി സമ്പ്രദായം തുടങ്ങി. അതിന് അദ്ദേഹം കണ്ടെത്തിയ പിടിയേരി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പിടിയേരി, അതായത് ഓരോ അമ്മമാരും അരി ചോറ് വയ്ക്കാനായിട്ട് അരി ഇടുമ്പോൾ അതിന് ഒരു ഇടങ്കടി അരി ഇടാന്ന് വിചാരിക്കുക. ആ ഇടങ്കടി അളന്നിട്ട് അതിൽ നിന്ന് ഒരു പിടി ഇങ്ങനെ മാറ്റി വയ്ക്കും. അത് ദൈവത്തിന് ദരിദ്രർക്കും വേണ്ടി. അപ്പം ആ കഞ്ഞി പോലും വിശുദ്ധമാകുകയാണ്. ഞാൻ മാളപ്പള്ളിയിലെ കൊച്ചച്ചനായിരിക്കുമ്പോൾ വികാരിച്ചനും ഞാനും അവിടെ ഈ പിടിയേരി സമ്പ്രദായത്തിലൂടെ ഓരോ കുടുംബ യൂണിറ്റിലും 80 കിലോ 100 കിലോ അരി നമുക്ക് കിട്ടുമായിരുന്നു. അത് മാത്രം ലേലം വിളിച്ചിട്ട് 22 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 22 വീടില്ലാത്തവർക്ക് ഈ പിടിയേരി സമ്പ്രദായത്തിലൂടെ മാത്രം. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന മാളയിലുള്ള അവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞങ്ങൾ 90-91 കാലയളവിലത്തെ കാര്യമാണ് പറയണേ. ഈ പിടിയേരി സമ്പ്രദായം ഈ ചാവറയച്ചൻ്റെ ഐഡിയ ആയിരുന്നു. അതിന് 2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു. ചിലർ ഈ പിടിയേരി പിരിക്കാൻ ചെല്ലുമ്പോൾ അവർ ഒരു അടങ്കടി എടുത്തിരങ്ങ് തരും. ഞാൻ അങ്ങനെയല്ല തരേണ്ടത്. ഓരോ നേരം ഭക്ഷണം വെക്കുമ്പോഴും നിങ്ങൾ ഭക്ഷണം വെക്കാനുള്ള അരി അളന്നെടുക്കുക, അതിൽ നിന്നൊരു പിടി മാറ്റി വയ്ക്കുക. അപ്പോഴാണ് ദൈവചിന്ത. ഇത് ദൈവത്തിനും ദരിദ്രർക്കും വേണ്ടി. അപ്പം നമ്മൾ വെക്കുന്ന ചോറ് പോലും വിശുദ്ധമാകുകയാണ്. പിന്നെയാണ് ഈ സഭയുടെ ഉള്ളിലുണ്ടായൊരു പ്രശ്നമാണ് റോക്കോസ് ശീഷ്മ. അതിനെക്കുറിച്ച് ഒരുപാട് എതിരഭിപ്രായങ്ങളും അനുകൂല അഭിപ്രായങ്ങളും അങ്ങനെ പല സംഗതികളുണ്ട്. നമ്മുടെ വിശദാംശങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നില്ല. അക്കാലത്ത് 156 പള്ളികളിൽ 116 പള്ളികളും ഈ റോക്കോസ് ശീഷ്മയിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം പേര് 156 പള്ളി 116 പള്ളി എന്ന് പറഞ്ഞാൽ അന്നത്തെ എന്തൊരു വലിയ വിഭാഗീയതയാണ്. പക്ഷേ ചാവറയച്ചൻ്റെ പ്രസാദാത്മകവും അപ്രതിരോധങ്ങളുമായ നിലപാടുകളാണ് സഭയെ ഈ ശീഷ്മയിൽ നിന്ന് രക്ഷിച്ചത്. ഇന്ന് കാണുന്ന ഈ സൂയിയൂരി സഭ എന്ന് പറയുന്ന വ്യക്തിഗത സഭയായി ഉയർത്തപ്പെട്ടതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ വലിയൊരു ചരിത്രമുണ്ട്. ഇന്ന് ചാവറയച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ CMI സന്യാസ സമൂഹത്തോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങളൊന്ന് പൊരുതിയാൽ, നിങ്ങളുടെ പിന്തുണ സഭാ നേതൃത്വത്തിന് കൊടുത്താൽ, അത് സഭാ നേതൃത്വം നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, കൊടുത്താൽ ഈ എറണാകുളം വിമതരെ കെട്ടിക്കാം. ആ എറണാകുളത്തൊരു ശീഷ്മ ഇപ്പം ഉണ്ട്, നിങ്ങൾക്കതറിയാം. അപ്പോൾ ഇതിനകത്ത് തീക്ഷ്ണപതികളായ ധാരാളം വൈദികർ CMI സന്യാസ സമൂഹത്തിലുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മെത്രാന്മാരെ സമീപിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സഭയോട് പറയുക, ഞങ്ങൾ അത് പരിഹരിച്ച് തരാം. അങ്ങനെ ഒന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ എറണാകുളം വിമതരെ കെട്ടിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. ഞാൻ ഒരു വീഡിയോയിൽ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പോർമുഖം മാത്രം തുറന്നാൽ എറണാകുളം വിമതരെ കെട്ടിക്കാൻ കഴിയില്ല. കാരണം അവർ പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിലാണ്. അതിനാൽ നിങ്ങൾ CMI സന്യാസ സമൂഹം ചാവറയച്ചനോടുള്ള കൂറ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇനി തിരുനാൾ ആഘോഷിക്കുന്നത് ശരിക്കും നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടെങ്കിൽ, അന്ന് റോക്കോസ് ശീഷ്മയെ കെട്ടിക്കാൻ ചാവറയച്ചൻ ചെയ്തതുപോലെ ഇന്ന് എറണാകുളം വിമതരുടെ ശീഷ്മയെ കെട്ടിക്കാൻ നിങ്ങളൊന്ന് മുന്നിട്ടിറങ്ങിയാൽ അത് വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. 100% ഉറപ്പുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുമെന്നുള്ള പ്രത്യാശയുണ്ട്. ഈ തിരുനാൾ ദിവസം നിങ്ങളങ്ങനെ തീരുമാനത്തിലെത്തും എന്നുള്ള ഉറപ്പായ ബോധ്യത്തോടെ നിങ്ങൾക്കെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് മാണിപ്പറമ്പിലച്ചൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.